അരുണാചൽ സ്വദേശിയായ വിദ്യാർത്ഥി ജീവനൊടുക്കിയതിൽ എറണാകുളം കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ. മിച്ച മർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണം, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, കനത്ത മഴയിലും കടുത്ത പ്രതിഷേധത്തിലാണ് കോളേജിന് മുമ്പിൽ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചെങ്കിലും അത് പൊതുമധ്യത്തിൽ വന്ന് വിദ്യാർത്ഥികളുമായി ഒരു ചർച്ച നടത്തണം എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ നിലവിൽ ആവശ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥകൾ? ശക്തമായ പ്രതിഷേധമാണ് കോതമംഗലം MA കോളേജിൽ ഇപ്പോൾ മാനേജ്മെന്റിനെതിരെ ഉയരുന്നത്. കാരണം നേരത്തെ കഴിഞ്ഞ ദിവസവും വിദ്യാർത്ഥികൾ സമാനമായി പ്രതിഷേധിച്ചിരുന്നു. അന്ന് ചില ഉറപ്പുകളൊക്കെ മാനേജ്മെന്റ് നൽകുകയും അത് സംബന്ധിച്ചുള്ള സർക്കുലർ ഇന്ന് ഇറക്കുകയും ചെയ്തു. പക്ഷേ അത് വിദ്യാർത്ഥികൾ അംഗീകരിക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ജീവനൊടുക്കിയ മിച്ചി മർപ്പുവിൻ്റെ മരണത്തിൽ അതിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ്. ഡീൻ, പ്രിൻസിപ്പൽ എന്നിവർക്കെതിരെ നടപടിയെടുക്കണം. അതുമാത്രമല്ല, ഈ മിച്ചിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കോളേജ് മാനേജ്മെന്റ് നൽകണം എന്നുള്ള കാര്യവും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾ പറയുന്നത് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണം. മാനേജ്മെന്റ് ഇപ്പോഴും തങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഇക്കാര്യത്തിൽ വ്യക്തമായി മാനേജ്മെന്റ് തങ്ങളോട് സംസാരിക്കണം. അത് അറിഞ്ഞേ മതിയാകൂ. അപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ചാണെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മാനേജ്മെന്റിനോട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, മാനേജ്മെന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്ന സേ പരീക്ഷയുടെ ഫീസ് കുറയ്ക്കും. അതുപോലെ തന്നെ കേരള സാങ്കേതിക സർവകലാശാല നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ക്രെഡിറ്റ് സ്കോർ സിസ്റ്റം നടപ്പിലാക്കും എന്നതടക്കം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പുകളുണ്ട്. അതിന് സർക്കുലറായി ഇന്ന് പുറത്തിറക്കിയിട്ടുമുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊന്നും വിശ്വാസമില്ല, ആ ഉറപ്പുകളിൽ വിശ്വാസമില്ല എന്നുകൂടി വിദ്യാർത്ഥികൾ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ളത് ഒരു സീല് പോലുമില്ലാത്ത ഒരു സർക്കുലറാണ്. ഇത് ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ വീണ്ടും മാനേജ്മെന്റ് പഴയ നിലയിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇപ്പോൾ നൽകിയ ഉറപ്പുകളൊക്കെ അവർ മറക്കും, അത് പാലിക്കാതെ വരും. അങ്ങനെയെങ്കിൽ അക്കാര്യങ്ങളിലൊക്കെ ശക്തമായ ഉറപ്പ് വേണം. മാത്രമല്ല, കുറ്റക്കാരായ ഈ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് കൂടിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. വഴങ്ങാൻ അവർ തയ്യാറായിട്ടില്ല. രാവിലെ കോളേജിലേക്ക് എത്തിയ അധ്യാപകരുടെ വാഹനങ്ങളടക്കം വിദ്യാർത്ഥികൾ തടഞ്ഞിരുന്നു. ഇതിൻ്റെ സെക്രട്ടറി, MA കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ബിന്നി വർഗീസിൻ്റെ വാഹനമടക്കം വിദ്യാർത്ഥികൾ തടയുന്നൊരു സാഹചര്യമുണ്ടായി. അവിടെ ഇപ്പോഴും അവർ പ്രതിഷേധം തുടരുകയാണ്. അവരുടെ ആവശ്യങ്ങൾ പ്രധാനമായും ഇത്തരത്തിൽ മിച്ചിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, അതുപോലെ തന്നെ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. മാത്രമല്ല, മാനേജ്മെൻറ്റ് ഇക്കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായ മറുപടി പറയണമെന്ന് കൂടി വിദ്യാർത്ഥികൾ പറയുന്നു. അല്ലാതെ പിന്നോട്ട് പോകാനില്ല, അല്ലെങ്കിൽ പിന്മാറില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആവർത്തിച്ച് ഇക്കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ മിച്ചിയുടെ മരണത്തിന് പിന്നാലെ തന്നെ കോളേജിൽ വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അങ്ങനെ മാനേജ്മെൻറ്റ് അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയ്ക്ക് വിളിച്ച ശേഷമാണ് ചില കാര്യങ്ങളിൽ ഉറപ്പ് അന്ന് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. പക്ഷേ ഇന്നലെ വീണ്ടും ഇത്തരത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് മിച്ചിക്ക് നീതി, വി വാണ്ട് ജസ്റ്റിസ്, ഞങ്ങൾക്ക് നീതി വേണം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉയർത്തി മിച്ചിക്ക് നീതി വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ശക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരിക്കലും ഇപ്പോൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ലെന്നും വിദ്യാർത്ഥികൾ അറിയിക്കുകയും ചെയ്യുന്നു. ഏതായാലും നിലവിൽ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളെ ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഒരു തരത്തിലുമുള്ള പിന്നോട്ട് പോക്ക് ഇക്കാര്യത്തിലില്ല എന്നുകൂടി വിദ്യാർത്ഥികൾ പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് അരുണാചൽ സ്വദേശിയായ കോളേജിലെ 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മിച്ചി മർപ്പു താമസ സ്ഥലത്ത് ജീവനൊടുക്കിയത്. മിച്ചി ഇയർ ബാക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 1.5 മാസത്തോളമായി ക്ലാസ്സിലേക്ക് പോയിരുന്നില്ല. ഈ പരീക്ഷയ്ക്ക് വലിയ ഭീമമായ തുക ഫീസായി അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. അത് വീട്ടിൽ പറയാത്തത് കൊണ്ട് ആ പണം അടയ്ക്കാനുമുള്ള നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് മാറേണ്ടി വന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി നേരിട്ടതോടുകൂടിയാണ് ആ വിദ്യാർത്ഥി ജീവനൊടുക്കുന്നതിലേക്കൊക്കെ പോയത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികൾ ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ, നീതി വേണം എന്ന് ആവർത്തിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്.
ശരി, ഇനിയൊരു സഹപാഠി കൂടി ഇത്തരത്തിൽ മരണത്തിന് ഇടയാവരുത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് തങ്ങളുടെ സഹപാഠി മിച്ചി മാർപ്പുവിന്റെ മരണത്തിന്റെ കാരണക്കാരായവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും വിദ്യാർത്ഥിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം കോളേജ് മാനേജ്മെന്റ് ഏറ്റെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച 5 ആവശ്യങ്ങളും അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് മാനേജ്മെന്റ് സർക്കുലർ പുറത്തിറക്കി. ഇതനുസരിച്ച് KTU നിശ്ചയിച്ചിട്ടുള്ള 18 എന്ന മിനിമം ക്രെഡിറ്റ് സിസ്റ്റം നടപ്പാക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മുൻപ് ഇത് 22 ആയിരുന്നു. പരീക്ഷയ്ക്കുള്ള ഫീസ് 6000-ൽ നിന്ന് 1000 രൂപയാക്കി കുറയ്ക്കുമെന്നും സർക്കുലറിലുണ്ട്. കൃത്യമായി അക്കാദമിക് കൗൺസിൽ യോഗം നടത്തും. ഇയർ ബാക്ക് സംവിധാനം ഒഴിവാക്കും. ക്രെഡിറ്റ് ഇല്ലാത്തതിനാൽ ഇയർ ബാക്കായ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുമെന്നും സർക്കുലറിൽ മാനേജ്മെന്റ് ഉറപ്പു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സർക്കുലർ ഇറക്കിയത്. ക്രെഡിറ്റ് ഇല്ലാത്തതിനാൽ ഇയർ ബാക്കായ അരുണാചൽ സ്വദേശി മിച്ചി മാർപ്പു കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയിരുന്നു.